നമസ്കാരം. വൈക്കത്ത് തിരുനീലകണ്ഠൻ എന്ന ആനയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിൽ പണ്ടുകാലം മുതലേ ഒരേ സമയം രണ്ട് ആനകൾ വീതം ഉണ്ടായിരുന്നു. ഉദയനാപുരത്തപ്പന്റെയും വൈക്കത്തപ്പന്റെയും തിടമ്പുകൾ എഴുന്നള്ളിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ഈ ആനകൾക്കായി രണ്ട് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലും ഇരിങ്ങാലക്കുടയിലുമുള്ള സ്വർണ്ണ തലക്കെട്ടുകളേക്കാൾ വലിപ്പമുള്ള തലക്കെട്ടുകളിൽ നിന്നും വലിയ ആനകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വൈക്കത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗംഗാധരൻ, തിരുനീലകണ്ഠൻ, വേലായുധൻ, വിരൂപാക്ഷൻ, ചന്ദ്രശേഖർ എന്നീ ആനകൾ വൈക്കത്ത് ഉണ്ടായിരുന്നതിനെ പറ്റി ചരിത്രപരമായ രേഖകളും ഐതിഹ്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൽ ചന്ദ്രശേഖരനെയും നീലകണ്ഠനെയും ഒഴികെ ബാക്കി എല്ലാവരെയും നടയിരുത്തിയിരുന്നത് വൈക്കത്തപ്പന്റെ ശ്രീകോവിലിന് മുമ്പിൽ സോപാനത്ത് വെച്ചാണ്. വൈക്കത്ത് തിരുനീലകണ്ഠൻ വളരെ പ്രശസ്തനായ ആനയായിരുന്നു. അവനെ പറ്റിയുള്ള കഥകൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വിവരിക്കുന്നുണ്ട്. തിരുനീലകണ്ഠന്റെ ജന്മം കൊല്ലവർഷം 950 961 ഇടയിലായിരിക്കാമെന്നാണ് ഊഹിക്കുന്നത്. ഇവനെ കാട്ടിൽ നിന്ന് പിടിച്ച് കൂട്ടിലിട്ട് മെരുക്കിയെടുത്തതിന് ശേഷം ആദ്യമായി ഏറ്റുമാനൂർ ദേവാലയത്തിൽ എഴുന്നള്ളിപ്പിനായി നിയമിക്കുകയാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷമാണ് അവൻ വൈക്കം ക്ഷേത്രത്തിലേക്ക് വരുന്നത്. വൈക്കത്ത് അക്കാലങ്ങളിൽ രണ്ട് ആനകളുടെ ആവശ്യമുണ്ടായിരുന്നു. ഒരു കാലത്ത് അവിടെ വേലായുധൻ എന്നും വിരൂപാക്ഷൻ എന്നും രണ്ട് വലിയ ആനകളുണ്ടായിരുന്നു. വിരൂപാക്ഷന്റെ കാലശേഷം വേലായുധനെ കൊണ്ട് മാത്രം ജോലികൾ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോഴാണ് തിരുനീലകണ്ഠനെ അവിടെ നിയമിച്ചത്. വേലായുധന് തിരുനീലകണ്ഠനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. എങ്കിലും ഭംഗിയും തലയെടുപ്പും തിരുനീലകണ്ഠനോളം വേലായുധനുണ്ടായിരുന്നില്ല. എഴുന്നള്ളിക്കുന്ന സമയങ്ങളിൽ തിരുനീലകണ്ഠൻ തല ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുമായിരുന്നു. അതിനാൽ ആ സമയം മുമ്പിൽ നിന്ന് നോക്കിയാൽ വേലായുധനേക്കാൾ പൊക്കം കൂടുതൽ തിരുനീലകണ്ഠനാണെന്ന് തോന്നും. തലയെടുപ്പ്, തലക്കട്ടി, മസ്തകത്തിന്റെ വിരിവ്, ദേഹത്തിന്റെ പുഷ്ടി, കൊമ്പുകളുടെയും ചെവികളുടെയും ആകൃതി, ഭംഗി, വലിപ്പം എന്നിവയെല്ലാം തിരുനീലകണ്ഠനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എഴുന്നള്ളിക്കുന്ന സമയങ്ങളിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വാദ്യാഘോഷങ്ങളുടെ താളമൊപ്പിച്ച് ചെവിയാട്ടിക്കൊണ്ടുമുള്ള അവന്റെ ആ നിലയുടെ ഭംഗിയൊന്ന് വേറെ തന്നെയായിരുന്നു. തിരുനീലകണ്ഠന്റെ സ്വഭാവ ഗുണവും ബുദ്ധിമഹാത്മ്യവുമാണ് അവനെ കൂടുതൽ പ്രശസ്തനാക്കിയത്. തിരുനീലകണ്ഠൻ മനസ്സറിഞ്ഞ് ആരെയും കൊന്നിട്ടില്ല. അവൻ നിമിത്തം ഒരു മുഹമ്മദിയ സ്ത്രീ മാത്രം മരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ സംഭവപ്രകാരമായിരുന്നു ചിലപ്പോൾ എഴുന്നള്ളിപ്പിനായി തിരുനീലകണ്ഠനെ ചേർത്തല കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവനെ മുട്ടത്തങ്ങാടിയിൽ കൂടി കൊണ്ടുപോകുമ്പോൾ മിക്ക കച്ചവടക്കാരും അവന് പഴക്കുല കൊടുക്കുക പതിവാണ്. ഒരാണ്ടിൽ ഒരു മുഹമ്മദിയ വ്യാപാരി അവന് പഴക്കുല കൊടുത്തില്ല. ആ മുഹമ്മദിയന് പഴവും പലഹാരങ്ങളും കച്ചവടമുണ്ടായിരുന്നിട്ടും പഴക്കുല കൊടുക്കാതിരുന്നതുകൊണ്ട് തിരുനീലകണ്ഠന് ദേഷ്യമായി. തിരുനീലകണ്ഠൻ വഴിയിൽ നിന്നുകൊണ്ട് തുമ്പിക്കൈ നീട്ടി മുഹമ്മദിയന്റെ പിടികയിൽ നിന്നിരുന്ന കെട്ടിത്തൂക്കിയിരുന്ന ഒരു പഴക്കുലയുടെ ഒരറ്റത്ത് പിടിച്ചു. അപ്പോൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു മുഹമ്മദിയ സ്ത്രീ പഴക്കുലയുടെ മറ്റേ തലയ്ക്കിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. തിരുനീലകണ്ഠൻ പഴക്കുല പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടതോടുകൂടി ആ സ്ത്രീ തൻ്റെ മുമ്പിൽ വന്നു വീഴുകയും അപ്പൊ തന്നെ തിരുനീലകണ്ഠൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആളുകൾ വന്ന് സ്ത്രീയെ എടുത്ത് അകത്തു കൊണ്ടുപോയി കിടത്തി. അപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. തിരുനീലകണ്ഠൻ ആ സ്ത്രീയെ ഒന്നും ചെയ്തില്ലെങ്കിലും അവർ ഭയന്ന് മരിക്കുകയായിരുന്നു. തിരുനീലകണ്ഠൻ വൈക്കത്ത് ചെന്ന കാലം മുതൽ അവസാനം വരെ അവന്റെ പ്രധാന പാപ്പാൻ മൂലയിൽ ഗോവിന്ദച്ചാർ എന്നൊരു നായരായിരുന്നു. അയാൾക്ക് തിരുനീലകണ്ഠന് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. തിരുനീലകണ്ഠന് ഭക്ഷണം കൊടുക്കാതെ അയാൾ ജലപാനം പോലും കഴിക്കുക പതിവില്ല. അയാൾ തിരുനീലകണ്ഠന് ശംഖു എന്നൊരു ഓമന പേര് കൂടി ഇട്ടിരുന്നു. ചിലപ്പോൾ അയാൾ അതും വിളിക്കാറുണ്ടായിരുന്നു. അയാൾ ദൂരെ നിന്നുകൊണ്ട് മക്കളെ അല്ലെങ്കിൽ ശംഖു എന്ന് വിളിച്ചാൽ ഏറ്റവും ആദരവോടും സ്നേഹത്തോടും കൂടി ഉറക്കെ വിളി കേട്ടുകൊണ്ട് അവൻ ഓടിച്ചെല്ലുമായിരുന്നു. ഗോവിന്ദച്ചാർ ഒരിക്കലും തിരുനീലകണ്ഠനെ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സാധാരണ ആനക്കാരന്മാരെ പോലെ ഗോവിന്ദച്ചാർ തിരുനീലകണ്ഠനെ കൊണ്ട് കള്ളത്തടി പിടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നില്ല. എഴുന്നള്ളിപ്പുകൾക്ക് മാത്രമല്ലാതെ അയാൾ അവനെ ഉപയോഗപ്പെടുത്താറില്ല. സാധാരണ ആനകളെ പോലെ തിരുനീലകണ്ഠനെ തളയ്ക്കുക പതിവില്ല. പകൽ സമയമെല്ലാം അവൻ വൈക്കത്ത് ക്ഷേത്രത്തിന്റെ മതിലിനകത്ത് തന്നെയാണ് നിൽക്കുക പതിവ്. രാത്രികാലങ്ങളിൽ ഗോവിന്ദച്ചാരുടെ ഭാര്യ വീടിന് സമീപം എവിടെയെങ്കിലും അയാൾ തീറ്റ തയ്യാറാക്കി വെച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിൽക്കുകയും തീറ്റ തിന്ന് തീർന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങുകയും ചെയ്തുകൊള്ളു.
വളരെ വാഴയും തെങ്ങിൻ തൈകളും ഒക്കെയുള്ള പുരയിടങ്ങളിലായാൽ പോലും തിരുനീലകണ്ഠൻ കൃഷികളെ ഒന്നും നഷ്ടപ്പെടുത്തുക പതിവില്ല. ഉത്സവകാലത്ത് വൈക്കത്ത് ജനങ്ങൾ സദാ തിങ്ങി വിങ്ങി നിറഞ്ഞിരിക്കുകയാണെങ്കിലും അവനെ ചങ്ങലയിൽ ബന്ധിക്കുകയില്ലായിരുന്നു. അവൻ ആരെയും ഉപദ്രവിക്കുകയുമില്ല. അവന്റെ ഈ സാധു സ്വഭാവം കണ്ടിട്ട് ചിലർ ഫലിതമായി തിരുനീലകണ്ഠൻ ഗജകേസരിയാണെങ്കിലും വൈക്കത്ത് മതിലകത്ത് ചെന്നാൽ അവൻ പട്ടിയാകും എന്ന് പറയാറുണ്ട്. വൈക്കത്ത് ക്ഷേത്രത്തിൽ മിക്ക ദിവസവും സദ്യ ഉണ്ടായിരിക്കും. അമ്പലവാസികൾ ഊണ് കഴിഞ്ഞ് ഊട്ടുപുരയിൽ നിന്ന് ഇറങ്ങിത്തുടങ്ങുമ്പോൾ ആരും പറയാതെ തന്നെ തിരുനീലകണ്ഠൻ അടുക്കളവാതിൽക്കൽ ഹാജരാകും. അപ്പോൾ ദേഹണ്ടക്കാർ പതിവുള്ള ചോറും പായസവും പാത്രങ്ങളിലാക്കി പുറത്തേക്കിടും. ഭക്ഷണം കഴിഞ്ഞാലുടൻ യഥാപൂർവം അവൻ പഴയ സ്ഥാനത്ത് പോയി തന്നെ നിൽക്കുകയും ചെയ്യും. ചില ദിവസം വല്ല കാരണവശാലും അവന് പതിവുള്ള ചോറ് മുഴുവൻ കിട്ടാതെ വന്നാൽ അടുക്കളവാതിൽക്കൽ നിന്ന് അവൻ പോവുകയില്ല. കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിൽ തഹസീൽദാർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഉറക്കെ ഒന്ന് ഗർജിക്കും. തിരുനീലകണ്ഠൻ ആവലാതിക്ക് ചെല്ലുമ്പോൾ തന്നെ തഹസീൽദാർക്ക് കാര്യം മനസ്സിലാകും. അയാൾ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് വീണ്ടും ബഹളമുണ്ടാക്കും. ഇതിനൊന്നും തിരുനീലകണ്ഠന് ആനക്കാരുടെ സഹായമൊന്നും ആവശ്യമില്ല. ഇതെല്ലാം അവൻ സ്വയം ചെയ്യുമായിരുന്നു. എഴുന്നള്ളിക്കാറാകുമ്പോൾ ആനക്കാരന്മാർ ആരുമില്ലെങ്കിലും തിരുനീലകണ്ഠൻ സ്വയമേവ കൊടിമരച്ചുവട്ടിൽ ഹാജരാകും. തലയിൽ കെട്ടിക്കുന്നതിന് ആർക്കും വേണമെങ്കിലും പുറത്തു കയറാം. അവനൊരു ഉപദ്രവവും ചെയ്യില്ല. എന്നാൽ മുൻവശത്തുകൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഗോവിന്ദച്ചാരും എഴുന്നള്ളിക്കുന്ന ആളും മാത്രമേ പാടുള്ളൂ എന്നവന് നിർബന്ധമുണ്ട്. മറ്റാരായാലും കയറുന്നതിന് തടസ്സമില്ല. പക്ഷെ കയറണമെങ്കിൽ പുറകിലൂടെ കയറിക്കൊള്ളണം, പിൻകാൽ പൊക്കിക്കൊടുക്കും. അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊള്ളണം എന്നാണ് അവന്റെ ചട്ടം. എഴുന്നള്ളിപ്പിന് ഇന്ന സ്ഥലങ്ങളിൽ നടക്കണം, ഇന്ന സ്ഥലത്ത് വേഗത്തിൽ നടക്കണം, ഇന്ന സ്ഥലത്ത് സാവകാശം നടക്കണം, നിൽക്കുന്നത് എവിടെയൊക്കെയാണ്, എത്ര നേരമാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തിരുനീലകണ്ഠന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇതൊന്നും അവനെ നിയന്ത്രിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആനക്കാർ അവന്റെ കാലിൽ ചാരിയിരുന്ന് ഉറങ്ങാറുണ്ട്. എന്നാൽ നിൽക്കുന്ന നിലയിൽ നിന്ന് നടന്നു തുടങ്ങാറാകുമ്പോൾ അവൻ പതുക്കെ തുമ്പിക്കൈ കൊണ്ടും മറ്റും അവരെ ഉണർത്തുകയല്ലാതെ ഉപദ്രവിക്കുക പതിവില്ല. പ്രദക്ഷിണം വടക്കേ നടയിലാകുമ്പോൾ തിരുനീലകണ്ഠൻ അതിഗംഭീര ശബ്ദത്തോടുകൂടി ഗർജിക്കുക പതിവാണ്. അപ്പോൾ വലിയ കലവറയിൽ നിന്ന് 3-4 പഴക്കുല കൊണ്ടുചെന്ന് അവന് കൊടുത്തേക്കണം. പിന്നെ എത്ര നേരം വേണമെങ്കിലും എഴുന്നള്ളിപ്പിന് നിൽക്കാൻ അവന് യാതൊരു വിരോധവുമില്ല. അത് കിട്ടിയില്ലെങ്കിൽ അവൻ പ്രദക്ഷിണം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് കൊടിമരച്ചോട്ടിൽ ചെന്ന് മടങ്ങും. തിരുനീലകണ്ഠന്റെ ഓർമ്മശക്തി വിസ്മയകരമായിരുന്നു. ഒരിക്കൽ അവനെ ഏറ്റുമാനൂര് ആറാട്ടിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയിരുന്നു. എഴുന്നള്ളിച്ച് വടക്കേ നടയിൽ എത്തിയപ്പോൾ ചുറ്റമ്പലത്തിൽ നിന്നും പുറത്തേക്ക് അടിയിൽ കൂടിയുള്ള ഓടയുടെ മീതെയിരുന്ന തളക്കല്ലിന്മേൽ അവൻ ചവിട്ടുകയും കല്ല് കീഴ്പോട്ട് താണുപോവുകയും ചെയ്തു. തിരുനീലകണ്ഠൻ അവന്റെ സാമർഥ്യം കൊണ്ട് കാൽ കുഴിയിലകപ്പെടാതെ ക്ഷണത്തിൽ അവിടെ കാല് വലിച്ച് രക്ഷപ്പെട്ടു. പിന്നെയും ആണ്ടുതോറും അവനെ ഏറ്റുമാനൂർ ആറാട്ടിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. എന്നാൽ അവൻ വടക്കേ നടയിൽ ആ ഓടയുടെ അടുത്ത് വരുമ്പോൾ ആ തളക്കല്ലിൽ ചവിട്ടാതെ കാൽ അകത്തി വയ്ക്കുക പതിവായിരുന്നു. വളരെ കാലം കഴിഞ്ഞിട്ടും ആ സംഗതി അവൻ മറന്നില്ല എന്നതാണ് സത്യം. തിരുനീലകണ്ഠന് കൂട്ടാനയെ കൊത്തുന്ന ദുസ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല അവന് സ്വജാതി സ്നേഹവും ധാരാളം ഉണ്ടായിരുന്നു. തൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റാനകൾക്ക് തീറ്റയില്ല എങ്കിൽ തിരുനീലകണ്ഠൻ അവന്റെ തീറ്റ തുമ്പിക്കൈ കൊണ്ടെടുത്ത് ആ ആനകൾക്ക് നൽകുമായിരുന്നു. വേലായുധന്റെ കാലശേഷം ഒരഷ്ടമി എഴുന്നള്ളിപ്പിന് ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരത്ത് കൊട്ടാരം വക ആനയെ വൈക്കത്ത് പകരക്കാരനായി കൊണ്ടുവന്നിരുന്നു. ആ ആനയ്ക്ക് കൂട്ടാനയെ കുത്തുക എന്ന ദുസ്വഭാവം ഉണ്ടായിരുന്നു. അഷ്ടമിക്ക് കൊട്ടാരം വക ആനപ്പുറത്ത് വൈക്കത്തപ്പനെയും തിരുനീലകണ്ഠന്റെ പുറത്ത് ഉദയനാപുരത്തപ്പനെയുമാണ് എഴുന്നള്ളിച്ചിരുന്നത്. ഉദയനാപുരത്തപ്പന്റെ എഴുന്നള്ളത്ത് വടക്കേ ഗോപുരത്തിനകത്ത് കടന്ന് കിഴക്കോട്ട് തിരിഞ്ഞപ്പോൾ വൈക്കത്തപ്പനെ വഹിച്ചുകൊണ്ട് കൊട്ടാരം വക ആന കിഴക്കേ ആനക്കൊട്ടിലിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. തിരുനീലകണ്ഠൻ വരുന്നത് കണ്ടിട്ട് കൊട്ടാരം വക ആനയ്ക്ക് ഒട്ടും രസിച്ചില്ല. കൊട്ടാരം വക ആന ചെവി വട്ടം പിടിക്കുകയും വാൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് കുതിച്ചു. ആനക്കാരന്മാർ തോട്ടിയിട്ട് പിടിക്കുകയും കുന്തം കൊണ്ട് കുത്തിയിട്ടും ഒന്നും അവൻ നിന്നില്ല. എല്ലാവരും നാട്ടുകാരൊക്കെ ഭയന്നോടി. ഇതൊക്കെയായിട്ടും തിരുനീലകണ്ഠനും ഗോവിന്ദച്ചാർക്കും ഒരു ഇളക്കവും ഉണ്ടായില്ല. കൊട്ടാരം വക ആന അടുത്തേക്ക് എത്താറായപ്പോൾ തിരുനീലകണ്ഠൻ ഗോവിന്ദച്ചാരുടെ കയ്യിലിരുന്ന വടി തുമ്പിക്കൈയിൽ മേടിച്ചു പിടിച്ചു. കൊട്ടാരം വക ആന തിരുനീലകണ്ഠനെ കുത്താനായി പാഞ്ഞു വന്ന നിമിഷം തിരുനീലകണ്ഠൻ സ്ഥാനം നോക്കി ആ വടി കൊണ്ട് ഒരടി കൊടുത്തു.
അടികൊണ്ട ഉടനെ കൊട്ടാരം വക ആന ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ബലിക്കൽ പുരയിടത്തിൽ കയറി പേടിച്ചു വിറച്ചുകൊണ്ടുനിന്നു. ആനക്കാരന്മാർ പഠിച്ച വിദ്യകളെല്ലാം നോക്കിയിട്ടും ആനയെ അപ്പോൾ അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിനാൽ വേറൊരു ആനയെ കൊണ്ടുവന്ന് കൊട്ടാരം വക ആനയുടെ പുറത്തു നിന്ന് വൈക്കത്തപ്പനെ ആ ആനയുടെ പുറത്തേക്ക് മാറ്റി എഴുന്നള്ളിപ്പ് പൂർത്തീകരിച്ചു. അതിൽ പിന്നെ കൊട്ടാരം വക ആന കൂട്ടാനയെ കുത്തുക എന്ന ദുശീലം തുറന്നുകൊണ്ട് പോയിട്ടില്ല. തിരുനീലകണ്ഠനെ തിരുവിതാംകൂറിന് പുറത്തൊരു സ്ഥലത്തും അയക്കുക പതിവില്ലായിരുന്നു. തിരുനീലകണ്ഠന്റെ പ്രത്യേകതകൾ കേട്ടറിഞ്ഞ കൊച്ചി രാജാവിന് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായി. അന്നത്തെ കൊച്ചി വലിയ തമ്പുരാൻ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ഒരു കളഭവും വിളക്കും നിശ്ചയിച്ചിരിക്കുന്നുവെന്നും അതിന്റെ എഴുന്നള്ളിപ്പിന് തിരുനീലകണ്ഠനെ അയക്കണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ അവനെ തൃപ്പൂണിത്തുറ അയക്കുകയുണ്ടായി. ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തിരികെ വൈക്കത്ത് കൊണ്ടുവന്നപ്പോഴേക്കും തിരുനീലകണ്ഠൻ വളരെ ക്ഷീണിക്കുകയും എഴുന്നേറ്റ് നടക്കാൻ പോലും ശക്തി ഇല്ലാതെ കിടപ്പിലാവുകയും തീറ്റെടുക്കാതിരിക്കുകയൊക്കെ ചെയ്തു. അവന്റെ ദേഹത്തിലെല്ലാം കുരുക്കൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ മന്ത്രവാദങ്ങളും അനേകം ചികിത്സകളും മറ്റും ചെയ്തതിന് ശേഷമാണ് അവന് സുഖമായത്. ഇത് കഴിഞ്ഞതിൽ പിന്നെ അവനെ തിരുവിതാംകൂർ രാജ്യത്തിന് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്കും അയച്ചിട്ടില്ല. ഒരു വർഷം അഷ്ടമിക്ക് കിഴക്കോട്ട് എഴുന്നള്ളിച്ചു പോയ സമയം ഒരു സ്ഥലത്ത് വെച്ച് തലയിൽ കെട്ടിലെ ഒരു സ്വർണ്ണ കുമിള വിട്ടു തൂങ്ങിക്കിടക്കുന്നതായി കണ്ടു. അത് ഗോവിന്ദച്ചാർ അത് പറിച്ചെടുത്ത് അമ്പലത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. താൻ തലയിൽ കെട്ടിൽ തൊടുമ്പോൾ എഴുന്നള്ളിക്കപ്പെട്ടിരുന്ന ബിംബവും എഴുന്നള്ളിച്ചിരിക്കുന്ന ആളുകളും ശുദ്ധം മാറുമെന്ന വിചാരം അയാൾക്കുണ്ടായില്ല. എന്നാൽ തിരുനീലകണ്ഠന് താൻ വഹിക്കുന്ന ബിംബവും മറ്റും ശുദ്ധം മാറ്റരുതെന്ന വിചാരം നല്ലപോലെ ഉള്ളതിനാൽ അവൻ അതിനെ സമ്മതിച്ചില്ല. കുമിള പറിച്ചെടുക്കാനായി ഗോവിന്ദച്ചാർ കൈ പൊക്കിയപ്പോൾ തിരുനീലകണ്ഠൻ അവന്റെ കൊമ്പ് കൊണ്ട് പതുക്കെ ഒരു തട്ട് വെച്ചു കൊടുത്തു. തിരുനീലകണ്ഠന്റെ തട്ട് വളരെ പതുക്കെ ആയിരുന്നെങ്കിലും ഗോവിന്ദച്ചാർ വീണുപോയി. അപ്പോഴേക്കും തിരുനീലകണ്ഠൻ വല്ലാതെയായി. അവൻ പശ്ചാത്താപത്തോടുകൂടി കണ്ണീരൊഴുക്കുകയും ചില ദീനസ്വരങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഗോവിന്ദച്ചാർക്ക് ബോധം വീഴുകയാൽ അയാളെ പതുക്കെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ തന്റെ പ്രിയപ്പെട്ട ശംഖു വിഷണ്ണനായി നിൽക്കുന്നത് കണ്ട് അയാൾ, ഇല്ല മക്കളെ, സാരമില്ല, എനിക്കൊന്നും പറ്റിയില്ല, എന്റെ മക്കൾ പൊയ്ക്കോ, വൈക്കത്തപ്പന്റെ എഴുന്നള്ളത്തിന് താമസം വരുത്തരുത് എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടതിന് ശേഷം തിരുനീലകണ്ഠൻ കിഴക്കോട്ട് എഴുന്നള്ളിപ്പിന് നടന്നു തുടങ്ങി. ഗോവിന്ദച്ചാരെ എല്ലാവരും കൂടി എടുത്ത് അയാളുടെ ഭാര്യാഗ്രഹത്തിൽ കൊണ്ടുപോയി കിടത്തി. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തലയിൽ നിന്ന് കെട്ട് അഴിച്ചെടുത്ത അതേ അപ്പം തന്നെ തിരുനീലകണ്ഠനും ഗോവിന്ദച്ചാരുടെ വീട്ടിലെത്തി. പിന്നെ ഗോവിന്ദച്ചാർക്ക് സുഖമാകുന്നവരെ അവൻ മിക്ക സമയം അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അത്രയും കാലം തിരുനീലകണ്ഠൻ സാധാരണ പോലെ തീറ്റ തിന്നുക പോലും ചെയ്തിരുന്നില്ല. ഇപ്രകാരം ഒരു അബദ്ധം തിരുനീലകണ്ഠന് അതിക്ക് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. 1061 കർക്കടക സംക്രാന്തിക്ക് പതിവുള്ള ശീവേലി കഴിഞ്ഞതിന്റെ ശേഷം തിരുനീലകണ്ഠനെ വൈക്കത്തിന്റെ തെക്കേക്കരയായ തോട്ടകത്തോളം വരെ കൊണ്ടുപോകേണ്ടി വന്നു. എന്തോ അസൗകര്യ നിമിത്തം അന്ന് പ്രധാന ആനക്കാരനായിരുന്ന ഗോവിന്ദച്ചാർക്ക് കൂടെ പോകാൻ പറ്റിയില്ല. അയാളുടെ അസിസ്റ്റന്റായ ഒരു ശങ്കുശാരാണ് തിരുനീലകണ്ഠനെ കൊണ്ടുപോയത്. അന്ന് ആറ്റില് വളരെ കഠിനമായ ഒഴുക്കുണ്ടായിരുന്നു. ശങ്കുശാർ അവനെ ആറ്റിൽ നീന്തിച്ച് അക്കരയ്ക്ക് കയറ്റി. അന്ന് തന്നെ അയാൾ ആ ആനയെ വടക്കേക്കരയ്ക്കും നീന്തിച്ചു കയറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയപ്പോൾ തിരുനീലകണ്ഠൻ വളരെ വിഷമിച്ചു. 1-2 പ്രാവശ്യം ഒഴുക്കിൽ പോകാൻ തുടങ്ങി. എങ്കിലും അവൻ ഒരുവിധം കരയ്ക്ക് കയറി എന്നേ പറയാനുള്ളൂ. അപ്പോഴേക്കും അവൻ വളരെ അവശനായി. തിരുനീലകണ്ഠൻ വടക്കേക്കര കയറിയപ്പോഴേക്കും ഗോവിന്ദച്ചാരും അവിടെ എത്തി. അയാളെ കണ്ടപ്പോൾ തന്നെ തിരുനീലകണ്ഠൻ തനിക്ക് വളരെ അവശത പറ്റിയിരിക്കുന്നു എന്ന് ചില ദീനസ്വരങ്ങൾ കൊണ്ടും ഭാവഭേദം കൊണ്ടും ഗോവിന്ദച്ചാരെ അറിയിക്കുകയും അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. കുറച്ച് നടന്നപ്പോഴേക്കും നടക്കാൻ പാടില്ലാതെ തിരുനീലകണ്ഠൻ നിന്നു തുടങ്ങി. ഗോവിന്ദച്ചാർ അവനെ അവിടെ അടുത്തുള്ള ഒരു പുരയിടത്തിലേക്ക് കയറ്റി അവിടെ നിർത്തി. ഗോവിന്ദച്ചാർ അവന് കുറെ തെങ്ങോലയും കൈതയും ഒക്കെ കൊടുത്തു. എങ്കിലും അവനൊന്നും തിന്നില്ല. പിന്നെ അയാൾ ഒരു കുല പഴം മേടിച്ചു കൊടുത്തു. അതും തിന്നുവാൻ അവന് സാധിച്ചില്ല. ഗോവിന്ദച്ചാർ മാറത്തടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. അതുകണ്ട് തിരുനീലകണ്ഠനും കണ്ണീരൊലിപ്പിക്കുകയും ദീനസ്വരങ്ങൾ കരയുകയും തുമ്പിക്കൈ നീട്ടി ഗോവിന്ദച്ചാരെ കൂടെ കൂടെ തൊടുകയും മണപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. രാത്രിയായപ്പോൾ ആന കടന്നു. ഗോവിന്ദച്ചാർ ജലപാനം പോലും കഴിക്കാതെ രാത്രി മുഴുവൻ ഉറക്കമുളച്ച് അതിനെ തൊട്ടു തലോടിക്കൊണ്ട് അടുക്കൽ തന്നെ ഇരുന്നു. നേരം വെളുത്തപ്പോഴേക്കും തിരുനീലകണ്ഠൻ കഥാവശേഷനാവുകയും ചെയ്തു. തിരുനീലകണ്ഠന്റെ കാലാനന്തരം തലസ്ഥാനത്ത് നിയമിക്കപ്പെട്ട മഞ്ഞപ്ര തിരുനീലകണ്ഠന്റെ ആനക്കാരനായിട്ടും കുറച്ചു കാലം ഗോവിന്ദച്ചാര് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മരിച്ചു.
വൈക്കത്ത് തിരുനീലകണ്ഠനെ പോലെ ഒരാനയും മൂലയിൽ ഗോവിന്ദച്ചാരെ പോലെ ഒരാനക്കാരനും അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.